സുഹൃത്തുക്കളെ, കണ്ണൂർ ജില്ലയിൽ CPM-നേറ്റ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറെക്കുറെ ഭാഗികമായി ഇന്നലെ MP ഗോവിന്ദൻ മാഷ്, സാധാരണഗതിയിൽ പുള്ളി പറയുന്നത് മനുഷ്യന് മനസ്സിലാവാറില്ല, എന്നാൽ ഏറെക്കുറെയൊക്കെ ഒരു ആവറേജ് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം വലിയ കടുകട്ടി മലയാളമൊക്കെ ഉപേക്ഷിച്ച് ഹീബ്രുവും ഭാഷയും ബാക്കിയുള്ള ഭാഷകളൊന്നും സുഡാനി ഭാഷയൊന്നും പറയാതെ സാധാരണ മലയാളത്തിൽ പറയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സംസാരിക്കുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായി. എൻ്റെ മകൻ പറഞ്ഞ, അച്ഛൻ സംസാരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇത് കുടുംബകാര്യല്ലാന്നേ. ശ്യാമള ടീച്ചറും മകനോ അല്ല MP ഗോവിന്ദൻ മാഷ് വിമർശിക്കേണ്ടത്. അദ്ദേഹം CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന പൊളിറ്റ് ബ്യൂറോ എന്ന ഘടകം, അദ്ദേഹം ഉൾപ്പെടുന്ന കേന്ദ്ര കമ്മിറ്റി എന്ന ഘടകം, അദ്ദേഹം ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അദ്ദേഹം അംഗമായിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി, അദ്ദേഹം പങ്കെടുക്കുന്ന വിവിധ ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, ആ ഘടകങ്ങളിലെല്ലാം ഇദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. അവിടെ തന്നെയാണ് CPM എന്ന പാർട്ടിയുടെ തകർച്ച വരുന്നത്. പിണറായി സഖാവാണെങ്കിലും ഗോവിന്ദൻ മാഷാണെങ്കിലും ഒക്കെ വിമർശനത്തിന് അതീതരായി നിൽക്കുന്ന, വിമർശിച്ചാൽ നമ്മളോടുള്ള അവർക്കുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ, പ്രീതി കുറഞ്ഞു പോകുമോ എന്ന രീതിയിൽ ഇവരെയൊക്കെ സുഖിപ്പിച്ച് നിൽക്കുന്ന കുറേ അവതാരങ്ങൾ ഇവരെ ചുറ്റും നടക്കുന്നുണ്ട്. അവർ പല ലാവണങ്ങളിൽ പ്ലേസ് ചെയ്യപ്പെടാനും പല താല്പര്യങ്ങളുടെയും ഭാഗമായിട്ടാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് സ്നേഹമുള്ള യഥാർത്ഥ സഖാക്കളല്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ്. തളിപ്പറമ്പ് സീറ്റിൽ ശ്രീമതി PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൽ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് എനിക്ക് എതിരെ അഭിപ്രായമൊന്നുമില്ല. ഗോവിന്ദ മാസ്റ്റർ ഭാര്യയായതുകൊണ്ട് വന്നതല്ല, SFIയിലൂടെ കടന്നു വന്നതാണ്. എനിക്കറിയാവുന്ന ഒരു മുതിർന്ന സഖാവ് മാത്യു K. ആൻ്റണി, അന്തരിച്ചു പോയ CIT-ൻ്റെ മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും KCB എംപ്ലോയീസ് ഓഫീസേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന, ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന, ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന ജോർജ് K. ആൻ്റണിയുടെ സഹോദരൻ മാത്യു K. ആൻ്റണി ഇവരുടെ സമകാലികയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ കാലത്തെ സജീവമായി സംഘടനാ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിഷയം, തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ, അതും മട്ടന്നൂർ മത്സരിച്ച ശൈലജ ടീച്ചറെ നേരെ ചാക്കിന് കെട്ടി, ചാക്കും കണ്ണും മൂടി കെട്ടിയിട്ട് നേരെ പേരാവൂർ കൊണ്ടേ ഇറക്കി. അതിന് പേരാവൂർ എന്താണെന്ന് പോലും തിരിയില്ല. പഴയ പേരാവൂരല്ല ഇപ്പോഴത്തെ പേരാവൂർ. അവർ MLA ആയിരുന്ന കാലത്തെ പേരാവൂരേ അല്ല. അതിൻ്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട്. സണ്ണി ജോസഫിന് അന്നത്തെ ഒരു കന്നിക്കാരനായിരുന്നെങ്കിൽ ഇന്ന് KPCC അധ്യക്ഷനാണ്. അപ്പോൾ ടീച്ചറെ തോറ്റോട്ടെ എന്ന് എഴുതിയിട്ടാണ് വടകരയിൽ നിർത്തിയത്. അവിടെ നിർത്തിയ ടീച്ചറെ ഇമേജ് കളയുക എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ ഓരോന്നും നീക്കുന്നതിലാണ് നേതാക്കന്മാരുടെ വ്യഗ്രത. അതിനാണ് K. രാധാകൃഷ്ണനെ പോലെയുള്ളൊരു മികച്ച മന്ത്രിയെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ദളിത് മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ഒരു വ്യക്തിയെ നേരെ ആലത്തൂരിൽ നിന്ന് അങ്ങോട്ട് അയച്ചിരിക്കുക ദില്ലിയിൽ. അതിന് മര്യാദയ്ക്ക് ഇംഗ്ലീഷും ഹിന്ദി സംസാരിച്ചാൽ പറഞ്ഞാലും കേൾക്കാനും മനസ്സിലാവില്ല. അതിവിടെ കൃത്യമായിട്ട് നല്ല പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. 32ാമത്തെ വയസ്സിൽ കേരളവർമ്മ കോളേജിൻ്റെ പ്രൊഡക്റ്റാണ്. വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചതാണ്. നാട്ടുമ്പുറത്തുകാരനായിട്ട് ജീവിക്കുന്നതാണ്. സാമ്പത്തിക താല്പര്യങ്ങളില്ല. 32ാമത്തെ വയസ്സിൽ 1996 ചേരക്കരയിൽ നിന്ന് കന്നി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നായനാർ മന്ത്രിസഭയിൽ അംഗമായതാണ്. പിന്നീട് അദ്ദേഹം 2001-ലും 2006-ലും ഒക്കെ അദ്ദേഹം മന്ത്രിയാവുന്നു. 2011-ലും മന്ത്രിയായിരുന്നു എൻ്റെ ഓർമ്മ. 2016-ൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തു നിന്ന് മാറി നിൽക്കുന്നു. MLA നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല. 2021-ൽ വീണ്ടും മത്സരിച്ചു. 2016-ൽ UR പ്രദീപാണ് മത്സരിച്ചത്. അങ്ങനെ വന്ന ഒരാളെ മാറ്റി നിർത്തേണ്ടിയിരുന്നില്ല. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ് പറയണേ? ഇവിടെ എന്ത് വിപ്ലവം ഉണ്ടാക്കിയെന്നാണ് പറയണേ? ഇവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ PK ശ്യാമള അവരും ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ആന്തൂർ സാജൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടതാണ്. അന്ന് P. ജയരാജൻ സഖാവ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് പോലും അതിന് വഴങ്ങാതെ ഒരു ദാർഷ്ട്യത്തിൻ്റെ ഭാഗമായി ഗതികെട്ട് ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ നിമിഷം കൊണ്ടോ ഉണ്ടായ വൈകാരികമായ ഒരു തീരുമാനമായിരുന്നില്ല
അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. അദ്ദേഹം ദിവസങ്ങളോളം കയറി ഇറങ്ങി മടുത്ത് എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നങ്ങളും ഞാൻ ഇക്കാലം വരെ പ്രവാസി ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത സ്വത്തും എല്ലാം കൈമോശം വന്നു പോകുന്നു, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് തീരുമാനിച്ച് മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ആ തീരുമാനം അടിയുറപ്പിച്ച് അത് സ്ട്രോങ് ആക്കി അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ്. അതേസമയം സമാനമായ ഒരു കേസിൽ ഒരാൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. പി ദിവ്യ DYFയുടെ നേതാവായിരുന്നു, DC മെമ്പറായിരുന്നു, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരുന്നു. പി ദിവ്യയ്ക്ക് അങ്ങനെയാണെങ്കിൽ സീറ്റ് എന്തിനാണ് നിഷേധിച്ചത്? ശ്യാമള ടീച്ചർക്ക് നിയമസഭയ്ക്ക് മത്സരിക്കാം എന്നുണ്ടെങ്കിൽ പി ദിവ്യയ്ക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാമെന്നേ. കാരണം പി ദിവ്യയുടേത് ഒരൊറ്റ ദിവസം ഒരു യാത്രയപ്പ് യോഗത്തിനകത്ത് അവർ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുമെന്ന് എഴുതിയിട്ടൊന്നുമല്ല, ചില വിവരങ്ങളൊക്കെ എനിക്കറിയാം, അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു കമൻറ്റ് നടത്തിയതിൻ്റെ പേരിലാണ്, അത് വ്യാപിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതെന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നതെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ആരോപണം എന്താണെന്നുള്ളത് അവർ ഉന്നയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ വരുന്ന ഓരോ ഫയലുകളിലും ഓരോ മനുഷ്യൻ്റെ ജീവിതമുണ്ട് എന്ന് അടിവരയിട്ട് സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരൊറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു ADM ആയ ഒരാൾ. അപ്പോൾ എന്തോ ഒന്ന് അതിൻ്റെ പിന്നിൽ ചെരിഞ്ഞ് നാറുന്നുണ്ട്. ഒരു പക്ഷേ തനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ദിവ്യയുടെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോകും എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കാം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് ആ കുടുംബത്തോട് അനുഭാവമുണ്ടൊക്കെ ഉണ്ട്. ഞാൻ ആ സമയത്ത് ദിവ്യക്കെതിരെ വളരെ വൈകാരികമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഞങ്ങളുടെ ഇടയിൽ ചില സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് ആ കേസൊക്കെ അതിൻ്റെ വഴിക്ക് അതങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പി ദിവ്യയെ ഒതുക്കുക എന്ന പി ദിവ്യ ഇപ്പോൾ LDF വന്നില്ലെങ്കിലും പി ദിവ്യയെ സുരക്ഷിതമായ ഒരു സീറ്റിലൊക്കെ നിർത്തി വിജയിപ്പിക്കായിരുന്നു. കല്യാശ്ശേരി തന്നെ നിർത്തിയാൽ മതി. കല്യാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഒപ്പിടാൻ പോയിരുന്നത്. കണ്ണൂരിൽ നിന്നും കുറേ ദൂരമുണ്ട്, അവർ ആ സ്റ്റേഷൻ്റെ പരിധിയിലപ്പെടുന്നത്. അത് പി ദിവ്യയ്ക്ക് ഒരു നീതി, PK ശ്യാമളയ്ക്ക് വേറൊരു നീതി. പി ദിവ്യയുടെ ഭർത്താവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ പൊളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഒന്നും അങ്ങല്ല, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അതേസമയം PK ശ്യാമളയുടെ ഭർത്താവ് CPM താത്വിക ആചാര്യനാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല. കൂറ്റനാട്ടിലെ അപ്പം കൊണ്ടുപോയിട്ട് എറണാകുളത്ത് പോയിട്ട് വിറ്റിട്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വരില്ലാന്നേ. കൂറ്റനാട്ടിലെ അപ്പം കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പിറ്റേന്ന് വരട്ടെ. പിന്നെ ഒരു ദിവസം ലീവ് എടുക്കാമല്ലോ, ഒരു ദിവസം അങ്ങോട്ട് ഒരു ദിവസം ഇങ്ങോട്ട് യാത്ര. അങ്ങനെ എക്സ്പോർട്ടിംഗ് ലൈസൻസ് കൂടെ സംസ്ഥാന ഗവൺമെൻറ് എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയ്ക്കകത്ത് നടന്നിട്ടുള്ളത്, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ജനകീയ തന്നെയാണ്. അവിടെ ദിവ്യയെങ്കിലും സീറ്റിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പാർട്ടിക്കകത്തുനിന്ന് വലിയ വിമതസ്വരങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദിവ്യ അവിടെ പോയി പറഞ്ഞത് അവിവേകമായി പോയി. ഒരു യാത്രയപ്പ് ചടങ്ങിൽ പോയി സംസാരിച്ചതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് എന്നത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ഒരാളും ആത്മഹത്യ ചെയ്യില്ല. എത്ര ഭീരുവായ മനുഷ്യനും ആത്മഹത്യ ചെയ്യില്ല ഒരിക്കലും. അപ്പോൾ ദർ ഈസ് സംതിങ് റോങ് എന്നുള്ള സംഭവമുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മൾക്ക് അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടി ദിവ്യ പബ്ലിക് ആക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിട്ടുണ്ടാവാം. എന്തായിരുന്നാലും നവീൻ ബാബുവിനെയും കുടുംബത്തെയും കൂടുതൽ പറയാൻ അപമാനിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, PK ദിവ്യയ്ക്ക് ഇല്ലാത്ത എന്ത് യോഗ്യതയാണ് ആന്തൂർ സാജൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണ വിധേയമായിട്ടുള്ള PK ശ്യാമളയ്ക്കുള്ളത്? പി ദിവ്യ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യയല്ലെങ്കിൽ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കാൻ യോഗ്യയല്ലെങ്കിൽ, PK ശ്യാമള അതിന് യോഗ്യയല്ല. രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കാൻ തോന്നുന്നത്, കുറച്ചുകൂടി ചെറിയ ഒരു കൈപ്പഴയും ചെറിയൊരു നോട്ടപ്പശും ചെറിയൊരു പിഴവും ചെറിയൊരു തെറ്റും പറ്റിപ്പോയത് പി ദിവ്യയുടെ അടുത്താണ് എന്ന് ഞാൻ പറയും. അതേസമയം വൈരനിര്യാതന ബുദ്ധിയോടെ നിന്റെ സ്ഥാപനം ഞാൻ തുറപ്പിക്കില്ല എന്ന് ശ്യാമള ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമള ടീച്ചർ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നും ഞാൻ അടിവരയിട്ട് പറയും. അതിനുള്ള ശിക്ഷയാണ് തളിപ്പറമ്പിലെ ജനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പാർട്ടി പാഠം പഠിക്കണം. പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കന്മാർ വേണ്ടെന്നേ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് നേതാക്കന്മാർ? എല്ലാവരും അണികളാണ്, എല്ലാവരും പ്രവർത്തകരാണ്. അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിൽ ഇത് പണ്ട് സ്റ്റാലിൻ്റെയും മറ്റേ ഇവരുടെയൊക്കെ കാലത്ത് പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാതിരി ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞിട്ട് റെഡ് ആർമിയൊക്കെ ഉണ്ടാക്കിയ പോലെ സല്യൂട്ട് മറ്റേത് കോപ്പ് കുടച്ചക്രമൊക്കെ വെച്ച് ഇവിടെ കൊണ്ടു നടക്കുക. ഇവിടെ അതൊന്നും വേണ്ട. നാട്ടിൽ പുറത്തിറങ്ങി പണിയെടുത്താൽ മതി. നാട്ടിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുക. കല്യാണവും മരണവും ബാക്കിയുള്ള ചികിത്സയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ കൃത്യമായിട്ട് ഇടപെടുക. അവനവനെ കണ്ട് സഹായിക്കാൻ സ്വന്തം കയ്യിൽ പൈസ ഇല്ലെങ്കിലും ശരീരം കൊണ്ടെങ്കിലും സഹായിക്കുക. ഇല്ലെങ്കിൽ പൈസയുള്ള ആരോടെങ്കിലും ഇവിടെ ഒരു 10 രൂപ അവിടെ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് പിന്നെ അവനെടുത്ത് മേടിച്ചിട്ട് മറ്റവരെ പോയി സഹായിക്കുക. അല്ലാതെ ഈ കോൺട്രാക്ടർമാരുടെയും ഈ കോറി മാഫിയകളുടെയും ഈ ലോബിയിങ് നടത്തുന്നവരുടെയും അതേപോലെ തന്നെ ഈ PR വർക്ക് നടത്തുന്ന ടീമിന് കോടികൾ കൊടുത്തിട്ട് കുറേ ബോർഡ് ഒപ്പിച്ചുകൊണ്ടും ഒന്നും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. വളരെ ശ്രദ്ധിച്ച സഖാക്കളെ, ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP വേഴ്സസ് കോൺഗ്രസ് എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നീട് ബംഗാളിൽ ഉണ്ടാവുന്നത് തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഏതായിരുന്നാലും പാർട്ടിയുടെ AKG സെൻറ്ററിൽ സാധാരണഗതിയിൽ മാർക്സിയൻ ദർശനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഇനി അതിനെക്കുറിച്ചല്ല ക്ലാസ് എടുക്കേണ്ടത്. AKG പിന്നെ സെൻറ്ററിലാണെങ്കിലും EMSൻ്റെ ലോകം സെമിനാറിലാണെങ്കിലും എങ്ങനെ പൊറോട്ട അടിക്കാം, എങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങിട്ടിട്ടുള്ള ബംഗാളിയൻ ശൈലിയിലുള്ള മീൻകറി ഉണ്ടാക്കാം, എങ്ങനെ പൂരി ഉണ്ടാക്കാം എന്നുള്ള തുടങ്ങിയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് SFIക്കാർ തൊട്ട് ബാലസംഘം തൊട്ട് DYFI തൊട്ട് CPMൻ്റെ നേതാക്കന്മാർക്ക് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുള്ളവർക്ക് വരെ അതിനകത്ത് ട്രെയിനിങ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.